101.25 പറയാം പാടാം കേട്ടിരിക്കാം. ഞാൻ നാജിഹ 5C. കൂട്ടുകാരി, ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്തപ്പോഴും ഇന്റർവെൽ സമയത്തും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചെയ്യാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുമോ അതോ ഓടിക്കളിക്കുമോ? ഓടിക്കളിക്കുകയും ബഹളം വയ്ക്കുകയും മറ്റു കുട്ടികളുമായി അടികൂടുകയും ചെയ്യുന്നത് നല്ല ശീലമാണോ? എന്നാൽ നമ്മളിൽ പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ? ഒഴിവു സമയങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണം. കളിക്കാനായി നമുക്ക് പ്രത്യേകം ഗെയിം പീരീഡ് ഉണ്ടല്ലോ. ക്ലാസ്സിന് പുറത്ത് അനാവശ്യമായി ഇറങ്ങുന്നതും ഓടിക്കളിക്കുന്നതും നമ്മൾ അച്ചടക്കം ഇല്ലാത്തവരാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ഇടയാക്കില്ലേ? അത് നമ്മുടെ ക്ലാസ്സിനും വിദ്യാലയത്തിനും മോശമാണ്. ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാവരുത്. അത് മാത്രമോ, ഓടിക്കളിക്കുമ്പോഴും വഴക്ക് കൂടുമ്പോഴും എന്തെല്ലാം അപകടങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരെ വേദനിപ്പിക്കുന്നത് നമുക്ക് വിഷമമല്ലേ? അതുകൊണ്ട് കളിക്കുമ്പോഴും ഓടുമ്പോഴും എല്ലാം ശ്രദ്ധ വേണം. മറ്റുള്ളവരെ പരമാവധി വേദനിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. സ്കൂളിലെ എല്ലാ നിയമങ്ങളും നമുക്ക് അനുസരിക്കാനുള്ളതാണ്. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നല്ലതിനാണ് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. അതുപോലെ നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കൾ, ചെടികൾ, കുളം ഇവയെല്ലാം നമ്മുടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇവയൊന്നും നിങ്ങൾ ആരും നശിപ്പിക്കരുത്, കേട്ടോ? കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 31 ഹിന്ദി സാഹിത്യത്തിലെ മഹാപ്രതിഭയായിരുന്ന പ്രേംചന്ദിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ RCയിലെ ബെനീറ്റോ ചേരുന്നു. आदरणीय गुरुजनों और मेरे प्यारे दोस्तों, आप सबको मेरे नमस्कार। मैं बेनिटो जोसेफ सैमसन, 4वीं कक्षा से। आज मैं आपके सामने हिंदी साहित्य के महान लेखक प्रेमचंद के बारे में कहना चाहता हूँ। प्यारे दोस्तों, हिंदी साहित्य जगत के महान साहित्यकार और उपन्यास सम्राट है। मुंशी प्रेमचंद आपका वास्तविक नाम गणपत राय श्रीवास्तव है। आपका जन्म 21 जुलाई 1880 में हुआ था। आपका जन्म स्थान वाराणसी के पास लेमही गांव है। हिंदी और उर्दू साहित्य जगत में आप प्रेमचंद प्रशस्त है। सेवा सदन, प्रेमास्त्रम, रंगभूमि, निर्मला आदि आपका प्रमुख उपन्यास है। कफन, फूस की रात, बड़े घर की बेटी, ईदगाह आदि कहानी में है। प्रेमचंद की रचना है मेम समाज की यथार्थवाद और ग्रामीण जीवन की चित्रता। मुंशी प्रेमचंद के ऐसे लेखक थे जिन्होंने अपने रचनाओं के माध्यम से समाज के व्याप, अन्य और गरीब और समाज की कुरीतियों के अपनी रचनाओं में उजागर किया। धन्यवाद. താങ്ക് യു ബെനീറ്റോ. ഇനി നമുക്ക് കേൾക്കാം അറിയാം കറണ്ട് ക്ലിക്സ്. പേവിഷവിമുക്തമായ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ AI ആപ്പ് ഏതാണ്? ഉത്തരം ബേബി ഗ്രോക്ക്.